എൻ്റെ പേര് ഹിരൺ. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിൻ്റെ നിറകുടം തേടിയുള്ള യാത്ര, അറിവിൻ്റെ ഇന്ദ്രജാലത്തിലൂടെയുള്ള യാത്ര, അറിവിൻ്റെ ആറാം ഇന്ദ്രിയത്തിലൂടെയുള്ള യാത്ര. എല്ലാവർക്കും നമ്മുടെ ചാനലായ സിക്സ് സെൻസിലേക്ക് സ്വാഗതം. നമ്മളിത് സാമ്പത്തിക ശാസ്ത്രത്തിലെ ബാങ്കിങ് എന്ന് പറഞ്ഞ സമ്പ്രദായത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ബാങ്കിങ്? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഏത് ബാങ്ക് എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഏത് വർഷമാണ്? 1770. അപ്പോൾ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ഏത് ബാങ്കാണ്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. വർഷം ഏതാണ്? 1770. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയ ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? അലഹബാദ് ബാങ്കാണ്. അലഹബാദ് ബാങ്ക്. അലഹബാദ് ബാങ്ക് എന്നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്? 1865 എന്ത് ചെയ്യുന്നത്? അലഹബാദ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ഓംബുഡ്സ്മാൻ ആണ്. ഓംബുഡ്സ്മാൻ. അതായത് 2006 ഇന്ത്യയിലെ ബാങ്കുകളുടെ എന്താണ് സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായിട്ട് എന്താണ് നിലവിൽ വന്ന സമ്പ്രദായമാണ് ഏത് എന്ന് പറയുന്നത്? ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. അതായത് നമുക്കൊക്കെ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് എല്ലാ ബാങ്കുകളിലും ഓംബുഡ്സ്മാന് കംപ്ലൈൻറ്റ്, നമ്മുടെ പരാതി കൊടുക്കാനായിട്ട് എന്താണ് ഒരു കംപ്ലൈൻറ്റ് ബോക്സ് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം ടെക്നോളജിയൊക്കെ വളരെ മുന്നിലെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ പലപ്പോഴും റോബോട്ടിൻ്റെ കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ബാങ്കിങ് മേഖലയിലും എന്താണ് റോബോട്ടുകൾ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ആദ്യ ബാങ്കിങ് റോബോട്ട് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുള്ളത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യ ബാങ്കിങ് റോബോട്ടുള്ള ചെന്നൈയിലാണ്. ലക്ഷ്മി എന്ന പേര്. ലക്ഷ്മി എന്ന പേരിലാണ് ഉള്ളത്. ഇത് സ്ഥാപിച്ചത് ഏത് ബാങ്കിലാണ്, അല്ലെങ്കിൽ നിർമ്മിച്ചത് ഏത് ബാങ്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? സിറ്റി യൂണിയൻ ബാങ്കാണ്. സിറ്റി യൂണിയൻ ബാങ്കാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാങ്കുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അല്ലെങ്കിൽ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്ന റിസർവ് ബാങ്കിനെ കുറിച്ചാണ്. അഥവാ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? 1, ബാങ്കുകളുടെ ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക്. അതുപോലെ തന്നെ വായ്പകളുടെ നിയന്ത്രകൻ. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നീ പേരുകളിൽ എന്താ അറിയപ്പെടുന്നു? RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നു. എന്തൊക്കെയാണ്? ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്ന പേരുകൾ ആരറിയപ്പെടുന്നു? RBI അറിയപ്പെടുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം RBIയുടെ ലോഗോ. RBIയുടെ ലോഗോയിലുള്ള, അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? കടുവ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ലോഗോയുടെ ബാക്കിലായിട്ട് നമുക്കൊരു വൃക്ഷത്തിൻ്റെ ചിഹ്നം കാണാൻ കഴിയും. അത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വൃക്ഷം എന്ന് പറയുന്നത് ഏതാണ്? എണ്ണപ്പനയാണ്. അപ്പോൾ ലോഗോയിലുള്ള മൃഗം ഏത് എന്ന് ചോദിച്ചാൽ കടുവയും, വൃക്ഷം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എണ്ണപ്പനയും ആണ്. അതുപോലെ തന്നെ
ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്നും ആരറിയപ്പെടുന്നു? RBI അറിയപ്പെടുന്നു. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്നും RBI അറിയപ്പെടുന്നു. ഇനി RBI ആക്ട് പാസാക്കിയ വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 1934. എന്നാണ് RBI ആക്ട് പാസ്സാക്കുന്നത്? 1934. RBI ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് 1935 ഏപ്രിൽ 1. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് 1935 ഏപ്രിൽ 1. ഈ RBI രൂപം കൊള്ളുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ഏത് കമ്മീഷനാണ്? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്. ഈ കമ്മീഷൻ നിലവിൽ വന്നത് 1926. ഏതാണ് വർഷം? 1926. RBI ദേശസാൽക്കരിച്ച വർഷം എന്ന് പറയുന്നത് എപ്പോഴാണ്? RBI ദേശസാൽക്കരിച്ച വർഷം എന്ന് പറയുന്നത് 1949 ജനുവരി 1. 1949 ജനുവരി 1. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. കേരളത്തിൽ എവിടെയാണ് റിസർവ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ആസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിൽ എവിടെയാണ് റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക് എന്നും ആരറിയപ്പെടുന്നു? RBI അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക് എന്നും RBI അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ കറൻസിയുടെ സ്ഥിരമായ വിനിമയ മൂല്യം അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുന്നതാരാണ്? ഈ റിസർവ് ബാങ്കാണ്. അതുപോലെ തന്നെ പണസംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത് ആരാണ്? ഈ റിസർവ് ബാങ്ക് തന്നെയാണ്. എന്ത്? പണസംബന്ധമായ കാര്യങ്ങൾക്ക് ഗവൺമെന്റിനെ ഉപദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള അവകാശം കൈക്കൊള്ളുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള അവകാശം ആർക്കാണുള്ളത്? റിസർവ് ബാങ്കിനാണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഒരു വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? മൻമോഹൻ സിംഗ് ആണ്. RBI ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? മൻമോഹൻ സിംഗ് എന്നാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയൊരു ബാങ്കാണ് ഏത് എന്ന് പറയുന്നത്? SBI എന്ന് പറയുന്നത്. SBI എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? കുറച്ചു കാലം മുമ്പ് വളരെയേറെ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചൊരു ബാങ്കാണ് SBI എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ബാങ്കുകൾ ഏതിലൂടെ ലയിപ്പിച്ചിരുന്നു? SBIയോട് ലയിപ്പിച്ചിരുന്നു. അതായത് SBIയുടെ തന്നെ പലതരത്തിലുള്ള ശാഖകൾ, അതായത് SBT അങ്ങനെ തുടങ്ങിയ ഒരുപാട് ബാങ്കുകൾ. അങ്ങനെ എന്താണ് 5 നമ്മൾ അങ്ങനെയുള്ള ബാങ്കുകൾ. ഇപ്പോൾ SBIയുടെ അസോസിയേറ്റ് ബാങ്കാണ് ഏത് എന്ന് പറയുന്നത്? മുമ്പുണ്ടായിരുന്ന SBT അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നത്. അങ്ങനെ എന്താണ് 5 അസോസിയേറ്റ് ബാങ്കുകളും അതുപോലെ തന്നെ ഭാരതീയ മഹിളാ ബാങ്കും എന്താണ് SBIയിൽ ലയിപ്പിക്കുകയാണ് ചെയ്തത്. ഇതെന്നാണ് ലയിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? 2017 ഏപ്രിൽ 1. എന്താണ് ഇത്തരമൊരു ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 1 എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക വർഷം തുടങ്ങുന്നത് എപ്പോഴാണ്? ഏപ്രിൽ 1. അപ്പോൾ ഇനി SBIയിൽ ലയിപ്പിച്ച ബാങ്കുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 5 അസോസിയേറ്റ് ബാങ്കുകൾ. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനീർ ആൻഡ് ജയ്പൂർ.
2 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, 3 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, 4 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, 5 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, 6 ഞാൻ നേരത്തെ പറഞ്ഞ ഭാരതീയ മഹിളാ ബാങ്ക്. അപ്പം ഞാൻ പറഞ്ഞു 5 അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും കൂടിയും ലയിപ്പിക്കുകയാണ് ചെയ്തത് ഇതിലേക്ക്, SBIയിലേക്ക്. അപ്പോൾ ടോട്ടൽ 6 ബാങ്കുകളാണ് എന്താണ് ലയിപ്പിച്ചത്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി SBIയുടെ ചരിത്രത്തിലേക്ക് പോകാം. SBIയുടെ ആപ്തവാക്യം എന്ന് ചോദിച്ച്, അല്ലെങ്കിൽ ആപ്തവാക്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? പ്യുവർ ബാങ്കിങ്, നത്തിങ് എൽസ്. ഇപ്പോഴത്തെ ബാങ്കിൻ്റെ സർവീസ് ചാർജ് ഒക്കെ കാണുമ്പോൾ ഈ ഒരു ആപ്തവാക്യം ശരിയാണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാനൊക്കെ തോന്നും, അതെനിക്കറിയാം. പക്ഷെ അവരുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ ബാങ്ക്, നത്തിങ് എൽസ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് എന്നാരെ അറിയപ്പെടുന്നു? ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ പേരെന്താണ്? ഇംപീരിയൽ ബാങ്ക്. എന്താണ് ഇംപീരിയൽ ബാങ്ക്. പിന്നീട് എന്ത് ചെയ്തു? ഈ ബാങ്ക് എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചത് എന്നാണ്? 1955 എന്താണ് ദേശസാൽക്കരിച്ചത്. അങ്ങനെ 1955 ഇത് ദേശസാൽക്കരിക്കുകയും ഇംപീരിയൽ ബാങ്ക് എന്ന് മാറ്റിയിട്ട് അതെന്താക്കി? SBI അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. അപ്പോൾ ഇതെന്നൊരു ചോദ്യം കിട്ടി. ഇംപീരിയൽ ബാങ്ക് ദേശസാൽക്കരിച്ചത് എന്നാണ് 1955. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം എന്താണ്? ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നായത് എപ്പോഴാണ് എന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരം എന്താണ്? 1955 തന്നെയാണ്. ഇനി ഇംപീരിയൽ ബാങ്ക് എന്നാണ് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 1921 ജനുവരി 27. എന്നാണ് ഇംപീരിയൽ ബാങ്ക് നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? 1921 ജനുവരി 27. ഇനി നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താ നോക്കാം. വേറൊന്നല്ല, ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എപ്പോഴാണ് സ്ഥാപിച്ചത്? 2004 ഫെബ്രുവരിയിൽ കൊച്ചിക്കും വൈപ്പിനുമിടയിലാണ് എന്ത് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്ത് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു ബാങ്ക്, ഒരു ശാഖ തുടങ്ങി. ആ ബാങ്കും ഏതാണ്? ഈ SBI തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ശാഖകളുള്ള ബാങ്കും ഏതാണ്? SBI അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. അതുപോലെ തന്നെ ബാങ്കിന്റെ മുൻ ഇടപാടുകാരെ എന്താണ് തിരിച്ചു കൊണ്ടുവരാൻ SBT അഥവാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, SBIയിൽ ലയിച്ചൊരു ബാങ്കാണ് SBT എന്ന് പറയുന്നത്. ആരംഭിച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ബാങ്ക് വാപ്പസി എന്നുള്ളതാണ്. ഏതാണ് ആ പദ്ധതി? ബാങ്ക് വാപ്പസി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിങ് നടപ്പാക്കിയ ബാങ്കും ഏതാണ്? SBI ആണ്. കോർ ബാങ്കിങ് എന്താണ് ഈ കോർ ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബാങ്കിന്റെ ശാഖകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് ഏത് ശാഖയിൽ നിന്നും മറ്റ് ശാഖയിലേക്ക്
സേവനം ലഭ്യമാക്കുന്ന സൗകര്യമാണ് എന്ത് എന്ന് പറയുന്നത്? കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർ ബാങ്കിങ് സ്ഥാപിച്ചത് ആരാണ്? SBI ആണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ്സിൽ നിന്ന് കൃത്യമായി നോട്ടുണ്ടാക്കുക, കൃത്യമായിട്ട് പഠിക്കുക. ഓരോ മത്സര പരീക്ഷകൾക്കും എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി. നമസ്കാരം.